നമ്മുടെ കേരളത്തിലേതാ കുട്ടികളുടെ വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പദ്ധതിയുമായി സർക്കാർ രംഗത്തെത്തുകയാണ്. 10 മാർക്ക് ഗ്രേസ് മാർക്കായി നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന. അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ നവകേരള നിർമ്മിതിയിൽ അറിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഈ ക്വിസ് മത്സരം അതിനൊരു വലിയ ചാലകശക്തിയായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. വായനയുടെ വസന്തം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി 12 കോടി രൂപയുടെ പുസ്തകങ്ങൾ കേരളത്തിലെ 14,000-ഓളം വരുന്ന സ്കൂളുകളിൽ നമ്മൾ ചെറുതും വലുതുമായ ലൈബ്രറിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളതെടുത്ത് വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വായനയ്ക്ക് ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കണമെന്നുള്ള ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഗോപാൽ ശീലാസനിലാണ് ചെയ്തത്. ഗോപാൽ, പൊതുവായി പറഞ്ഞു കേൾക്കുന്നതാണ് പുതുതലമുറ വായനയിൽ നിന്ന് മാറിപ്പോകുന്നു എന്നത്. പക്ഷേ അവരെ കൂടുതൽ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നത്. ഗ്രേസ് മാർക്ക് നൽകി അതിലേക്ക് കുട്ടികളെ ആകർഷിക്കാം എന്ന് കരുതുന്നത് പക്ഷെ ശരിയാണോ? വിനീത, വേഗത്തിലോടുന്ന ലോകത്തിൽ വായനയ്ക്ക് സമയമില്ല എന്ന പരാതി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികമായി. വളരുന്ന സാങ്കേതിക വിദ്യ ഇത്തരത്തിൽ വായനയെ കൂടുതൽ തമസ്കരിക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ ഒരു പൊതുവേദിയിൽ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന CM ക്വിസ് പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് പുതിയൊരു പരിപാടി. അത് നേരത്തെ തന്നെ നമ്മളടക്കം വാർത്ത നൽകിയിരുന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രി പല ഘട്ടത്തിൽ പരാമർശിച്ച് പോയതുമാണ്. അതൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതായത് ഇന്നത്തെ കാലത്ത് സ്കൂൾ കുട്ടികളിൽ വായന വല്ലാണ്ട് കുറഞ്ഞു വരുന്നു. ആ വായനയെ പ്രോത്സാഹിപ്പിക്കുക, പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നു എന്ന പ്രഖ്യാപനമാണ് വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി തന്നെ നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 14,000 വരുന്ന വിദ്യാലയങ്ങളിൽ നിരവധി പുസ്തകങ്ങളാണ് ഇതിനോടകം തന്നെ ലൈബ്രറികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിച്ചിരിക്കുന്നത്. ആ പുസ്തകങ്ങളും പത്രവും ന്യൂസ് പേപ്പറുകളും കൃത്യമായി വായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10 മാർക്ക് വീതം ഗ്രേസ് മാർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്. ഗോപാൽ, അതിന്റെ ഉദ്ദേശശുദ്ധി ഏറ്റവും നല്ലത് തന്നെയാണ്. കുട്ടികളെ വായനാശീലത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. കൂടുതൽ പുസ്തകങ്ങൾ അവരെ പരിചയപ്പെടുത്തുക. അടുത്ത അധ്യയന വർഷം മുതൽ തുടക്കമിടുകയാണ്. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നോട്ട് വെച്ച ആശയം അത് ജനപ്രീതി നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഗോപാൽ ശീലാസനൽ വിശദാംശങ്ങൾ നൽകുകയാണ്.